ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി ക്ലിയർ കുറവാണ് കേട്ടോ. നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി, നമ്മുടെ നേരിയ അരി ഇല്ലാണ്ട് എങ്ങനെ നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ പച്ചരി വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും പെട്ടെന്ന് നമുക്കിപ്പം ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. ഇപ്പം നേരിയരി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, നെയ്ച്ചോറിൻ്റെ അരിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പച്ചരി വെച്ചിട്ട് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോ ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉള്ളി വേണം. ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരുപാട് ഓവർ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്കൊരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോ കാണിച്ചു തരാൻ പോണത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് അലങ്കാര പണികളോ ഇതെന്താ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ എടുക്കുന്നത് ഇച്ചിരി പയറാണ്. അത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ തോരനൊക്കെ മുറിക്കണം മാതിരി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ച് എടുക്കണില്ല, ഒരു 4 തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ എന്താ പറയണ്ടേ, ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറില്ലേ, നെയ്ച്ചോറ് ഉണ്ടാക്കാറില്ലേ, അതുമാതിരി. തട്ടിക്കൂട്ട് നെയ്ച്ചോറ് എന്ന് പറയും. തട്ടിക്കൂട്ട് നെയ്ച്ചോറ് പേരായി അല്ലേ, തട്ടിക്കൂട്ട് നെയ്ച്ചോറ്. അപ്പോൾ ഇവിടെ പയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരണം. കഴുകി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് നമുക്കറിയാലോ, നമുക്ക് എത്രപോലെ വേണം എന്നുള്ളത് നമുക്കറിയാലോ. ചില ആൾക്കാർ പിന്നെ നെയ്ച്ചോറ് ആയതിനു ശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ചെയ്യാറ്. പിന്നെ ഈ വെജിറ്റബിൾസ് ഇട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നെയ്ച്ചോറ് ഇങ്ങനെ കുറേ സമയം കഴിഞ്ഞ് തണിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പിടിക്കാറില്ലേ. അപ്പോൾ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഈ കട്ട പിടിക്കുന്നത് ഒഴിവാക്കും. നെയ്ച്ചോറിനരി ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. ഞാൻ ഏതായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണയിൽ ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകുന്നതുകൊണ്ട് നമുക്ക് അരി ഒന്ന് പെട്ടെന്ന് കഴുകി എടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഉള്ളിയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഈ ചോറ് തമ്മിൽ പറ്റിപ്പിടിക്കില്ല. എന്നിട്ട് വാങ്ങി വയ്ക്കും. ഇപ്പോൾ ഒരു മാസത്തേക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ മതിയാവും. അപ്പോൾ തീ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിന് നമ്മൾ
ചോറിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും എന്ന് അറിയാലോ. പിന്നെയുള്ളത് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന നമ്മളെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക ഒക്കെ കൂടിയിട്ട് ഓരോ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഭയങ്കര തിരക്ക് തോന്നല്ലേ? തിരക്കൊന്നുമില്ല. 8:30 കറി വെക്കണം. അപ്പം അതിൻ്റെ ഇച്ചിരി തിരക്കാം. മൊത്തത്തിൽ സ്പീഡായില്ലേ? അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നെയാണ് കാണുന്നത്. അയ്യാ, അപ്പോൾ അരിയെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ പിന്നെ മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് നമ്മൾ ആ അരി അളന്നെടുത്ത കപ്പ് 1 കപ്പ്, ആ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അതിപ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോഴായാലും നെയ്ച്ചോറിൻ്റെ അരി ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. 1 കപ്പ് അരിക്ക്, കുക്കറിൽ വയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നമുക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ വിസിൽ, ആ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൻ്റെ എയർ പോവില്ലേ, നമ്മൾ എയർ ഇങ്ങനെ കളയരുത്. അതിൽ തന്നെ അരി പാകത്തിന് വെന്തോളും. എയറൊക്കെ പൂർണ്ണമായി നമ്മൾ പൊതിച്ച് നോക്കുമ്പോൾ എയറൊക്കെ പോയിന്ന് കണ്ടാൽ നമുക്ക് തുറന്നിട്ട് എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി കിട്ടും കേട്ടോ. അതായത് 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള പാകത്തിൽ 1 വിസിൽ. അതാണ് കുക്കറിൽ നെയ്ച്ചോറ് വയ്ക്കണ പാകം. അതിപ്പം പച്ചരി ആയാലും നെയ്ച്ചോറിൻ്റെ അരി ആയാലും എല്ലാം ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വരണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വിസിൽ വന്ന് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇത് നമ്മളിങ്ങനെ എയർ കളയാതെ അതിൽ നിന്ന് തന്നെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിന് മുന്നേ കറിയും എടുത്തിട്ട് സമയം അതിക്രമിച്ചു ഗൈസ്. മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് മത്തി മോളിഷ്. എന്താ അവിടെയാണ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്താ അവസ്ഥ അറിയാം. അപ്പോൾ നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി തട്ടിക്കൂട്ട് നെയ്ച്ചോറ് റെഡി ഗൈസ്.
അതിന് കണ്ടാൽ ഇപ്പോൾ നെയ്ച്ചോറല്ല, നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയെന്ന് ഒരാളും പറയും. അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറാണ്. പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറിൻ്റെ അരിയില്ല, പെട്ടെന്ന് നമുക്ക് ഫുഡ് റെഡി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണം, തിരക്ക് ടൈമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു വിഭവമാണ് പച്ചരി വെച്ചിട്ട് നമ്മുടെ തട്ടിക്കൂട്ട് നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറി ആവുന്നേ ഉള്ളൂ. നമ്മൾ വെജിറ്റബിൾ ഇട്ടതുകൊണ്ട് തന്നെ കറി വേണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കറുവപ്പട്ട ഇതൊക്കെ ഇട്ടിട്ടുണ്ടായില്ലേ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നെയ്ച്ചോറിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് ചെറുനാരങ്ങയുടെ നീരുണ്ടായിരുന്നെങ്കിൽ ആ ഒട്ടിപ്പിടിക്കുന്നതൊന്ന് സെറ്റായി തന്നെ ഗൈസ്. എന്നാലും ഇപ്പം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പാകത്തിന് നമ്മൾ ഓഫാക്കി എടുത്തതുകൊണ്ട് തന്നെ, ഓഫാക്കിയിട്ടെന്നല്ല, കറക്റ്റ് ഒരു വിസിലിൽ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ എയർ പോണവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചോറ് റെഡിയാക്കി എടുത്തതുകൊണ്ട് തന്നെ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരി ആയാലും നമുക്ക് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ചരിയാണ്, നെയ്ച്ചോറിൻ്റെ അരിയല്ല, പച്ചരി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നെയ്ച്ചോറ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കറിയൊക്കെ ആക്കിയിട്ട് ഞാൻ മക്കളും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.